ഹായ്, ഹലോ, നമസ്കാരം. ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ ഇപ്പോൾ പെർഫെക്ഷനായിട്ട് ഇപ്പോൾ വീട്ടിലിരുന്നിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചൊന്നും നടക്കത്തില്ല, അത് സമയവും ഇല്ല. അങ്ങനെ ഇരുന്നാൽ ഇത്രയും നാൾ പിന്നെ ഇടാതിരുന്നത്. ഇപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എന്തേലാട്ടെ ഇവിടെ ഇരുന്ന് അവിടെ പണി നടക്കും, അപ്പോൾ അതിൻ്റെ സൗണ്ടുണ്ട്. റോഡിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കും, ആരെങ്കിലും വരുമ്പോൾ പോസ് ചെയ്ത് വെക്കും. അങ്ങനെയൊക്കെയുള്ള സാരമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പം എൻ്റെ കണ്ണൻ, എൻ്റെ കൃഷ്ണൻ ഭഗവത്ഗീത വിട്ടിരിപ്പുണ്ട്. അപ്പോൾ അത് എനിക്ക് അത് കാണുന്നത് തന്നെ എനിക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി, എൻ്റെ എനർജി ബൂസ്റ്ററാണ്. ഞാനിങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പം അതും ബൈബിളും എൻ്റെ സഹസ്രനാമവും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ അത് നമ്മൾക്കിപ്പോൾ വേറൊന്നിനുമല്ല, നമുക്കൊരു കാര്യം നേടിയെടുക്കുക എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം, നമ്മുടെ മനസ്സ് ഒരു സ്റ്റേബിളായിട്ട് നിർത്തുക, അല്ലെങ്കിൽ സ്ഥായിയായിട്ട് ഒരിടത്ത് പിടിച്ചു നിർത്തുക. അത് ഇച്ചിരി പാടാണ് നമുക്കല്ലേ. നമ്മൾ പറയും കുതിരകളെയൊക്കെ 5 കുതിരയും കൂടെ നമ്മൾ പറയത്തില്ല, വീട്ടിലൊക്കെ ആ ഫോട്ടോ ഒക്കെ വെക്കുന്നത് ഭയങ്കര ഇതാണെന്നൊക്കെ പറയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ ഒന്ന് പിടിച്ചു കെട്ടി വെക്കാൻ ഗുരുദേവനൊക്കെ അതൊക്കെ ഓരോ കൃതികളിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഭക്തി കയറ് കൊടുത്ത് കയറ്റിയിടുവാൻ എന്നൊക്കെ ശിവശതകം എന്നൊക്കെ പറയുന്നൊരു കൃതി, അത് കാണാതെ എനിക്ക് അത്രയും പറയാൻ ഓർമ്മ വരുന്നില്ല. അപ്പം നമുക്ക് ശരിയായ ഒരു സ്ഥിരമായ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഈശ്വരവിശ്വാസത്തിൽ ആയാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അചഞ്ചലമായ ഒരു മനസ്സ്, നമ്മൾ ഒരിടത്ത് ഒന്നിലോട്ട് ചാടി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും. അതേസമയം നമുക്ക് കറക്റ്റായിട്ടൊരു ഈശ്വരവിശ്വാസം, ഒരു അറിവ്, അങ്ങനെ ഒരു ഇത് വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം, അതൊരു ഭയങ്കരമായ ഒരു അനുഭവമാണ്. അത് അതെനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് എനിക്ക് നേരത്തെയൊക്കെ ഞാൻ പറയായിരുന്നു, നമുക്ക് ദേഷ്യം വരുമ്പോൾ, നമുക്ക് സങ്കടം വരുമ്പോൾ, അല്ലെങ്കിൽ ദുഃഖം വരുമ്പോൾ നമ്മൾ പറയും എന്തിങ്ങനെ ജീവിക്കേ വേണ്ട. ഇപ്പം എനിക്ക് അങ്ങനൊരു ഇതില്ല. ജീവിക്കുക അങ്ങനൊരു വാക്ക് ഞാൻ ചിന്തിക്കുക പോലും ഇല്ല. ഇങ്ങനെയൊന്നും ജീവിക്കണ്ടായിരുന്നല്ലോ, ഇങ്ങനൊരു ജന്മം വേണ്ടായിരുന്നു. ഇപ്പം നന്ദി പറയും, ദൈവമേ നമുക്കൊരു സിമ്പിളാകാൻ, നമുക്ക് ഏറ്റവും ഇതായിട്ട് ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ നമുക്ക് അത്രയും പാകപ്പെടുത്തിയെടുക്കാൻ സാധിച്ചെങ്കിൽ പിന്നെ നമുക്കിനി എന്താ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ വന്നാണെങ്കിലും ഇപ്പം എന്തെങ്കിലും, പക്ഷേ നമുക്ക് പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതും അത്യന്താപേക്ഷികമായിട്ടുള്ളൊരു ഘടകമാണ്. എന്ത് നമുക്ക് മനസ്സിലാകുന്നതിനും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് പൈസ വേണം. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് പൈസ ഇല്ലാതെ പറ്റത്തില്ല. നമ്മൾ ഒരു സമയത്തൊക്കെ ഞാനും വീട്ടിലിരുന്ന് വിചാരിച്ചിട്ടുണ്ട്, വെറുതെ ഇങ്ങനെ അങ്ങ് ഇരിക്കാം, നാമം ജപിച്ചൊക്കെ ഇരിക്കുക, ഏതാണ്ട് എങ്ങാണ്ടൊന്ന് പൊഴിഞ്ഞു വീഴുമെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഒരു സമയത്ത് നമ്മുടെ ചിന്താഗതിയാണ്. പക്ഷെ ശരിയായുള്ള ബോധം നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടാതെ നമുക്കതൊന്നും നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത്. അതൊരു ഭയങ്കര തിരിച്ചറിവാണ്. അങ്ങനെയൊക്കെയാണ് നാട്ടിൽ നിന്നൊക്കെ പോകുന്നതും ഇവിടെ വന്ന് ഓരോരോ ഘട്ടങ്ങളിൽ കൂടെ ഒരു ലൈസൻസൊക്കെ ഒപ്പിച്ചൊക്കെ എടുക്കുക. അതിന് വേണ്ടിയൊക്കെ കുറേ ഞാൻ ഒറ്റയ്ക്കൊക്കെ നടന്ന് ഒരു നാട്ടിൽ അറിയാൻ വയ്യാത്തൊരു നാട്ടിൽ പിന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് വേണമെങ്കിലും തുടങ്ങാം. അത്രയും ഒരു ലൈസൻസൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ച് അതിനൊക്കെ വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം കഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വഴിയൊക്കെ ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് പെട്ടെന്ന് എടുത്തിയാടി ചെയ്യാൻ പറ്റത്തില്ല. കുറേ പതുക്കെ വേണം, ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കണം. പൈസ വേണം, പൈസ ഇല്ല നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ജോലി എടുക്കണം, കഷ്ടപ്പെടുകയും വേണം. നമ്മുടെ ഒരു സമയത്തെ ചിന്താഗതി നമുക്കൊന്നും വേണ്ട. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ നമുക്കൊന്നും ഇല്ലാതാകത്തേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇരുന്നാൽ മതി, പൈസ ഒന്നും വേണ്ട, എങ്ങനെയും ചുമ്മാ വീട്ടിനകത്ത് ചുണ്ടുകൂടി ഇരുന്നാൽ മതി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാകും. ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്ന പുസ്തകമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കുറച്ച് വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി നമുക്ക് ഇതുണ്ടാകുന്നത്. പിന്നെ ഭഗവത്ഗീത അതെൻ്റെ ഞാൻ പറഞ്ഞ പോലെ അതെൻ്റെ ഒരു എനർജി ബൂസ്റ്റർ തന്നെയാണ്. ബൈബിള് ഇതെല്ലാം എൻ്റെ അത് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, ഓരോരുത്തരെ നമ്മളെ എന്തെങ്കിലും ഒരു ഇതിലോട്ട് ചെല്ലുന്നു, നമ്മൾ പിന്നെ പൊങ്ങി പിടിച്ച് ഇങ്ങനെ പോകുന്നു ഇല്ലയോ. അപ്പോൾ തോന്നൊരു ദിവസം എടുത്ത് താഴെ ഇടും. പിന്നെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമുക്ക് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ മാർഗ്ഗത്തിലും ഇറങ്ങിച്ചാടരുത്. നമുക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കുക. അറിവും ധനവും മെല്ലെ വരണമെന്നാണ് പറയുന്നത്. അതേ നിലനിൽക്കുകയുള്ളൂ എന്ന് പറയും. അറിവും ധനവും മെല്ലെ വരണമെന്നാണ് പറയുന്നത്. അപ്പം പതുക്കെ അത് ഉണ്ടാകാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്നതൊന്നും സ്ഥിരമല്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കി ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ ഓരോരോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കാനുണ്ട്. ശരി, എന്നാൽ പട്ടിയൊക്കെ കുരയ്ക്കുന്നു. ശരി.